ചവിട്ടുനാടകം സംഗീതവും സാഹിത്യവും എന്ന ഗ്രന്ഥം കേരള സംഗീത നാടക അക്കാദമി പ്രസിദ്ധീകരിച്ചു. മൂന്നാമതായിട്ട് ചവിട്ടുനാടക വിജ്ഞാനകോശം എന്ന ഗ്രന്ഥം കേരള ഫോക്ലോർ അക്കാദമി പ്രസിദ്ധീകരിച്ചു. തുടർന്ന് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തീരദേശ കലാനിഘണ്ടുവും ഒപ്പം തന്നെ KRLCC കടലോര കലാരൂപങ്ങൾ ഡയറക്ടറി എന്നൊരു ഗ്രന്ഥവും ചവിട്ടുനാടകം എന്ന കലയെ കേരള ജനത്തിൻ്റെ മുമ്പിൽ എത്തിക്കുന്നതിന് ഇതിനോടകം തന്നെ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതിൽ തന്നെ ചവിട്ടുനാടക വിജ്ഞാനകോശം എന്ന അച്ഛൻ്റെ ബൃഹത് ഗ്രന്ഥത്തിന് ഏകദേശം 20 വർഷത്തോളം റിസർച്ച് ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയ ഗ്രന്ഥത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നൽകി കേരള ഗവൺമെൻറ് അംഗീകാരം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഈ കല ഈ ഒരു കേരള ദേശത്ത് മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന നിലയിലാണ് ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മുടെ ഈ കലാരൂപത്തെ, നമുക്കറിയാം പേരിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതൊരു ഇൻഡോ യൂറോപ്യൻ ആർട്ട് ഫോം ആണെങ്കിൽ കൂടിയും ഇന്ത്യയിലെ ഈ ഒരു കേരള അല്ലെങ്കിൽ ഒരു തമിഴൻ ദ്രാവിഡ ഒരു ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കലയെന്നതിനേക്കാൾ ഉപരി ഇത് ലോകം മുഴുവനും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ KCHRൻ്റെ ഒരു പ്രൊജക്റ്റായിട്ട് ചവിട്ടുനാടക എൻസൈക്ലോപീഡിയ വർക്ക് ഇംഗ്ലീഷിൽ അതിൻ്റെ അവസാന സ്റ്റേജിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ലോകം അറിയപ്പെടുന്ന, ഒപ്പം തന്നെ റിസർച്ച് വിദ്യാർത്ഥികൾ പഠിക്കുന്ന വലിയൊരു കലയായി ഇത് ഉയർത്തപ്പെടും. അത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ തന്നെ ദീർഘവീക്ഷണമാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് ഈ ഒരു KCHR ട്രിവാൻഡ്രത്ത് പോയി ഈ ഒരു പ്രൊജക്റ്റ് കൈമാറുന്നതും ഒപ്പം തന്നെ അതിൻ്റെ ഫൈനൽ സ്റ്റേജാണ് നമ്മൾ പബ്ലിക്കേഷൻ്റെ. അപ്പോൾ വരും തലമുറയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ മലയാളം സംസാരിക്കുന്നവർക്ക് മാത്രമല്ല, ഒപ്പം തന്നെ ലോകം മുഴുവനും ഇതിന് ഒരു ആസ്വാദികരുണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി ഈ ഒരു സംരംഭത്തിന് എല്ലാ വിജയം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി.